നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ ജനാധിപത്യ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ്. പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും ജനകീയ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. നേരിട്ട് ഫോൺ വഴി അത് ഞങ്ങളെ അറിയിക്കാം. അതിനുള്ള അവസരമുണ്ട്. ഇനി പറയുന്ന ഈ നമ്പറിൽ വിളിക്കുക. 048428300510. ഈ നമ്പറിൽ വിളിച്ച് ജനകീയ വിഷയങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഏതെങ്കിലും ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരേണ്ടതുണ്ടെങ്കിൽ അതിനും അവസരമുണ്ട്. വാട്സാപ്പ് വഴി ആ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കാം. 6235968937 ഈ നമ്പർ വഴി വാട്സാപ്പ് വഴി ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് കഴിഞ്ഞ 13 ദിവസമായി നമ്മൾ ഒന്നാകെ ചർച്ച ചെയ്യുന്ന ആ വാർത്തയിലേക്കാണ്. ഷിരൂരിൽ നിരാശ. 13 ദിവസം നാടൊന്നാകെ പ്രാർത്ഥനയോടെ കാത്തിരുന്നിട്ടും ശുഭവാർത്തകളൊന്നും തന്നെ ഉണ്ടായില്ല. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിക്കേണ്ടി വന്നു. അവസാന പ്രതീക്ഷയായിരുന്ന ഈശ്വർ മാൽപ്പയുടെ ദൗത്യവും ഫലം കണ്ടില്ല. മാർക്ക് ചെയ്ത പോയിന്റുകളിലൊന്നും ട്രക്ക് കണ്ടെത്താനാകാത്തതിൽ ദുഃഖമെന്ന് ഈശ്വർ മാൽപ്പെ വ്യക്തമാക്കി. അർജുനെ കിട്ടും വരെ ദൗത്യം തുടരണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള സർക്കാർ. ഇവർ പറഞ്ഞിരിക്കുന്നത് വെള്ളത്തിൻ്റെ ഒഴുക്കും അതേപോലെ ആഴവും കുറയാതെ അവിടെ നിന്നൊരു രക്ഷാപ്രവർത്തനം ചെയ്യാൻ പറ്റില്ല എന്ന കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതൊരു വീഴ്ചയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും അതൊരു വീഴ്ച തന്നെയാണ്. ആശ്വാസ വിവരമൊന്നുമില്ലാതെ 13 നാൾ പിന്നിടുന്നു. ആശാവഹമായ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ലെന്നത് വലിയ നിരാശയും ഒപ്പം സങ്കടവുമാണ് സമ്മാനിക്കുന്നത്. കുത്തിയൊലിച്ചു വരുന്ന ഗംഗാവലിപ്പുഴയുടെ അടിക്കടിയുള്ള സ്വഭാവമാറ്റമാണ് തിരച്ചിലിലെ പ്രധാന വെല്ലുവിളി. കലങ്ങി മറിഞ്ഞു വരുന്ന വെള്ളത്തിനൊപ്പം കല്ലും മണ്ണും ചെളിയും ഉണ്ടാക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണ്. ഈ പ്രതികൂല കാലാവസ്ഥയിലും ഉടുപ്പിയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപ്പെ നദിയിലിറങ്ങി നടത്തിയ തിരച്ചിലായിരുന്നു ഏക പ്രതീക്ഷ. ഒടുവിൽ ഒന്നുമില്ലാതെ ഈശ്വർ മാൽപ്പയും തിരികെ കയറി. ഇന്നലെ 3 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിലും ഒന്നും കണ്ടെത്താനായില്ല. തകര ഷീറ്റുകളും മരക്കഷ്ണങ്ങളും മാത്രമാണ് നദിയിലിറങ്ങിയുള്ള തിരച്ചിലിൽ കിട്ടിയത്. ലോറിയുടെ ഭാഗങ്ങളോ കിട്ടിയില്ല. അവശേഷിച്ച ഒരു സ്പോട്ടിലാണ് ഇന്ന് പരിശോധന നടത്തിയത്. പക്ഷേ അവിടെയും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പരമാവധി ശ്രമം ഈശ്വർ നടത്തിയെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണസേയിൽ പറഞ്ഞു. Today we have tried with our Malpe Ishwar group. Yesterday he stuck with some leg or something in that particular banyan tree also. Then he raised the hand and their rescue team went and they have taken him back, and again without any agitation again he has tried. Today also he has tried. ഫ്ലോട്ടിംഗ് പോണ്ടൂൺ എത്തിക്കാനുള്ള നീക്കം പരാജയപ്പെട്ടുവെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ഡ്രഡ്ജിംഗ് സാധ്യതയും അവസാനിച്ചു. First of all, on behalf of the district administration, I'm very grateful that they took this effort. They took a risk of their life, and with all safety measures they have done it. We'll have to appreciate all the effort. But unfortunately, even in the 4th point, we could only get a tree, mud and boulder. പുഴയ്ക്കടിയിലേക്ക് പോയപ്പോൾ വലിയ പാറകളും മരക്കഷ്ണങ്ങളും തടസ്സമായി. വരുന്ന 21 ദിവസം ഷിരൂരിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. തെരച്ചിൽ സംവിധാനങ്ങളെല്ലാം താൽക്കാലികമായി പിൻവലിച്ചു. ഈ സാഹചര്യത്തിൽ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് സതീഷ് കൃഷ്ണസേയിൽ വ്യക്തമാക്കി. After this thing, now we have called the hydrographic surveyor also, and he also told that this river is very risky now. Next month, another 21 days rain is there, and for that it is very difficult to work in this situation.
രക്ഷാപ്രവർത്തനത്തിൽ സാധ്യമായതെല്ലാം ചെയ്തുവെന്നാണ് കർണാടകയുടെ വാദം. ദൗത്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് വ്യക്തതയില്ല. കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് തിരച്ചിൽ ഊർജിതമാക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. അനുകൂല കാലാവസ്ഥയുണ്ടായിട്ടും തിരച്ചിൽ നിർത്തിയത് ദൗർഭാഗ്യകരമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ദൗർഭാഗ്യകരമായ ഒരു നിലപാടാണ് അവിടുത്തെ MLA സർക്കാർ ആലോചിക്കുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നലെ ഇതിലും വലിയ കാലാവസ്ഥ പ്രതികൂലമായിരുന്നിട്ടും ഇന്നലെ നമുക്കറിയാം വളരെ വൈകിയും തെരച്ചിൽ നടന്നിരുന്നു. എന്നാൽ ഇന്ന് കാലാവസ്ഥ കുറെ കൂടി അനുകൂലമാണ്, ജലനിരപ്പ് കുറഞ്ഞു. അങ്ങനെയുള്ള ഘട്ടത്തിൽ 3-3:30 മണിക്ക് തെരച്ചിൽ നിർത്തുകയാണ്. സാധ്യമായതെല്ലാം ചെയ്തിട്ടും അർജുൻ എവിടെയെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. എത്തിക്കാനാകുന്ന സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയിട്ടും ലോറി പോലും കണ്ടെത്താനായില്ലെന്നത് വലിയ നിരാശയാണ്. ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ്. ഉത്തരങ്ങൾക്കായി ഇനി എത്രനാൾ കാത്തിരിക്കേണ്ടി വരും? ടീം 24 ഷിരൂർ. അപ്പോൾ ദൗത്യം അവസാനിപ്പിക്കുന്നു താൽക്കാലികമായെന്ന് പറയുമ്പോൾ അത് പ്രേക്ഷകരെ എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. അവർ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇഷാൻ പറയുന്ന അർജുനെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. ഇവാൻ പറയുന്ന തുടക്കത്തിലെ ഈ രക്ഷാദൗത്യം ഒരു പ്രഹസനമായി തോന്നിയിട്ടുള്ളൂ. അങ്ങനെയല്ല, തുടക്കത്തിൽ ആത്മാർത്ഥമായി തന്നെ അവിടെ രക്ഷാദൗത്യമൊക്കെ നടന്നതാണ്. നമ്മൾ അങ്ങനെ കാണേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. ആശ പറയുന്നുണ്ട് പാവം അർജുൻ ഇനി എങ്ങനെ കണ്ടുപിടിക്കും. ദിനേശ് ഹരിപ്പാട് പറയുന്നത് ശിരൂരിലെ കാലാവസ്ഥയല്ലേ ദൗത്യത്തിന് വെല്ലുവിളിയും, യഥാർത്ഥ അവസ്ഥ അവിടെ പോയ ഹാഷ്മിക്കറിയാം എന്നാണ് ദിനേശ് ഹരിപ്പാട് പറയുന്നത്. കാലാവസ്ഥ പല ഘട്ടങ്ങളിൽ വെല്ലുവിളിയായി മാറും നമ്മൾ കണ്ടതുമാണ്. ഇനിയും ഇന്നവിടെ എന്തൊക്കെ സംഭവിച്ചു, ഇനി ദൗത്യത്തിന്റെ ഭാവി എങ്ങനെയാണ് എന്നടക്കമുള്ള വിവരങ്ങൾ നമ്മൾ പരിശോധിക്കുന്നു. ഗംഗാവലി പുഴയിലെ ശക്തമായ അടിയൊഴുക്കും മോശം കാലാവസ്ഥയുമാണ് രക്ഷാദൗത്യത്തിന് തിരിച്ചടിയാകുന്നത്. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ പുഴയിൽ നടത്തിയ തെരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്താനായില്ല. രക്ഷാദൗത്യം സംബന്ധിച്ച് യോഗം ചേർന്ന ശേഷം തീരുമാനം അറിയിക്കാം എന്നാണ് ഉത്തര കന്നഡ കളക്ടർ ലക്ഷ്മി പ്രിയ അറിയിച്ചത്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി മംഗൾ വൈദ്യയുടെ അധ്യക്ഷതയിൽ ഉടൻ യോഗം ചേരും. എസ് ശ്രീകാന്ത്, അതോടൊപ്പം തന്നെ അരുൺ പൂപ്പറമ്പ, അരുൺ പാറക്കൽ എന്നിവർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യമേ ശ്രീകാന്തിലേക്കാണ്. ശ്രീകാന്ത്, നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ദൗത്യം ഇന്ന് അതിന് താൽക്കാലികമായി വിരാമമാവുകയാണ്. കേരളമാകട്ടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ നടന്ന ഈ ദൗത്യത്തെ എങ്ങനെ ക്രോഡീകരിച്ച് വിശദീകരിക്കാം ശ്രീകാന്ത്? ഉന്മേഷ്, ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് ഉന്നതതല യോഗം, ഈ അവലോകന യോഗം അവസാനിച്ചു. ഉത്തര കന്നഡ ജില്ലയുടെ ചുമതലയുള്ള കർണാടക ഫിഷറീസ് മന്ത്രി മംഗൾ വൈദ്യ മടങ്ങി എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയയും ഈ യോഗശേഷം മടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത്. എന്ത് തീരുമാനമാണ് ഈ യോഗത്തിൽ അവസാന നിമിഷം എടുത്തത്? മുഖ്യമന്ത്രിയുടെ കത്തടക്കം സിദ്ധരാമയ്യയ്ക്ക് കിട്ടിയിരുന്നു, കർണാടക മുഖ്യമന്ത്രിക്ക്. ആ കത്തിന്മേൽ എന്തെങ്കിലും തീരുമാനമെടുത്തിട്ടുണ്ടോ എന്നതടക്കം അറിയാം. അല്പസമയത്തിനകം നമ്മുടെ ജനപ്രതിനിധികൾ MLA-മാർ 2 പേർ, ഈ യോഗത്തിൽ പങ്കെടുത്തവർ പുറത്തു വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കും. ഇനി ഇന്നത്തെ ഈ തെരച്ചിലിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ രാവിലെ 9 മണിയോടുകൂടി ഈശ്വർ മാൽപ്പെ തെരച്ചിലിനായി എത്തുകയുണ്ടായി. ഇന്ന് ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ ഇന്നലെ നടത്തിയതുപോലെയുള്ള തെരച്ചിൽ ഈ നദിയിലിറങ്ങി നടത്തുകയുണ്ടായി. പക്ഷേ യാതൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്നലെ കിട്ടിയതുപോലെ കുറെ മണ്ണും കല്ലും ചെളിയും മരങ്ങളും ഒക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈശ്വർ മാൽപ്പെ പറഞ്ഞത്. തനിക്ക് അതിനകത്തേക്ക് ഒന്നും കാണാൻ സാധിക്കുന്നില്ല എന്നും ഈശ്വർ മാൽപ്പെ പറഞ്ഞു. ഉച്ച കഴിഞ്ഞതോടുകൂടി ഈ ദൗത്യം ഏതാണ്ട് അവസാനിപ്പിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നു തുടങ്ങി. പിന്നാലെ ജില്ലാ കളക്ടറും MLA-യും രംഗത്തെത്തി ഈ ദൗത്യം താൽക്കാലികമായി നിർത്തുന്നു എന്നറിയിക്കുകയും ചെയ്തു. ഇനി കാലാവസ്ഥ അനുകൂലമാകുമെങ്കിൽ മാത്രം ദൗത്യം തുടരും എന്നുള്ളതാണ് അവർ അറിയിക്കുകയും ചെയ്തത്. ഏതാണ്ട് 13 ദിവസം നീണ്ടുനിന്ന രക്ഷാദൗത്യം ഇന്ന് താൽക്കാലികമായി നിർത്തി എന്നൊക്കെ പറയുമ്പോഴും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ 13 ദിവസം കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തത് ഇനി ഈ ഗംഗാവാലി പുഴയുടെ അടിയൊഴുക്കിൽ അടിത്തട്ടിൽ ഇറങ്ങി ഈ 4 ദിവസം കഴിഞ്ഞു 5 ദിവസം കഴിഞ്ഞു ഒക്കെ ചെയ്യാമെന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണെന്ന് അറിയില്ല. എന്തായാലും അക്ഷരാർത്ഥത്തിൽ രക്ഷാദൗത്യം അവസാനിച്ചു എന്ന് പറയാം. കാര്യമായി ഇന്നും ഒന്നും നടന്നില്ല. ഈ ഈശ്വർ മാൽപ്പയുടെ തിരച്ചിൽ മാത്രമാണ് നടന്നത്. നേവി അടിയൊഴുക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നേവി പോയിട്ടുണ്ട്. ഇന്ന് ഇവിടെ കൊണ്ടുവന്ന മുഴുവൻ മത്സ്യബന്ധന വള്ളങ്ങളും തിരികെ കൊണ്ടുപോയി, നേവിയുടെ സാധന സാമഗ്രികൾ കൊണ്ടുപോയി. ഇവിടെ ഉണ്ടായിരുന്ന ടോറസ് ലോറികളടക്കം തിരികെ പോയി. ഒപ്പം JCB-കൾ, വലിയ ഹിറ്റാച്ചികൾ ഉൾപ്പെടെയുള്ളവ തിരികെ പോവുകയുണ്ടായി. ഇനി ടെന്റ് അടക്കം, അവിടെ ഉണ്ടായിരുന്ന ടെന്റ് അടക്കം അഴിച്ചു മാറ്റുകയും ചെയ്തു. അതായത് പൂർണ്ണമായ തോതിൽ ഈ സംവിധാനം, ഈ തെരച്ചിൽ
നിർത്തി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയുവാനും സാധിക്കും. ഉന്മേഷം. എസ് ശ്രീകാന്താണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത. അവിടുത്തെ ഉന്നതതല യോഗം അത് അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ജില്ലയുടെ ചുമതലയുള്ള കർണാടക ഫിഷറീസ് മന്ത്രി യോഗം പൂർത്തിയാക്കി മടങ്ങിയിരിക്കുന്നു. ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയയും യോഗത്തിന് ശേഷം മടങ്ങിയിരിക്കുന്നു എന്ന വിവരമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ സജീവമായ അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നുണ്ട്. അർജുന് വേണ്ടിയുള്ള ഇടപെടൽ തുടരണമെന്ന് കേരളം പൊതുവിൽ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകരും അതേ അഭിപ്രായം പങ്കുവെക്കുന്നു. നമ്മൾ അരുൺ പൂപ്പറമ്പിലേക്ക് കൂടി പോവുകയാണ്. അരുൺ, അങ്ങനെ ദൗത്യത്തിന് താൽക്കാലിക വിരാമം, കാലാവസ്ഥ അനുകൂലമെങ്കിൽ അത് പുനരാരംഭിക്കുമെന്ന് വ്യക്തമാക്കുന്നു മന്ത്രി മംഗളവൈദ്യ തന്നെ. കാർവാർ MLAയും അക്കാര്യത്തിൽ നിലപാട് അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദൗത്യം നല്ല കാലാവസ്ഥ വരുമ്പോൾ, അനുകൂല കാലാവസ്ഥ വരുമ്പോൾ അത് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ അരുൺ അവിടെ? ഉന്മേഷം, നമുക്ക് ഈ ഘട്ടത്തിൽ അത്ര പ്രതീക്ഷയ്ക്ക് വകയുള്ള കാര്യങ്ങളല്ല പങ്കുവെക്കാനുള്ളത്. അതായത് ഇനിയിപ്പോൾ ദൗത്യം പുനരാരംഭിക്കുമോ എന്ന കാര്യത്തിൽ വലിയ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. നിലവിൽ കഴിഞ്ഞ 13 ദിവസമായി ഈ രക്ഷാപ്രവർത്തനം നടന്നു. അതിൽ കഴിഞ്ഞ കുറേ ദിവസമായി വലിയ പ്രതിസന്ധികൾ നിലനിന്നിരുന്നു. കാലാവസ്ഥ, ഈ പുഴയിലെ അടിയൊഴുക്ക് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഈ ലോറിയുടെ സാന്നിധ്യം കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്തിട്ടും അവിടെ അടിത്തട്ടിലെത്തി പരിശോധിക്കാൻ ആ ദൗത്യ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ ഈശ്വർ മാൽപ്പയുടെ ദൗത്യവും വിഫലമായതോടെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയതെന്നതാണ് ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും മറ്റ് സംവിധാനങ്ങളും വിശദീകരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇത്തരം അതിൻ്റെ എല്ലാ സംവിധാനങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ഇന്നലെ തന്നെ നൽകിയിരുന്നു. പിന്നീട് ഔദ്യോഗികമായി ഇന്നത് സ്ഥിരീകരിച്ച് ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഈ കാര്യം അറിയിച്ചു എന്നത് മാത്രമാണ് എന്നതാണ് നമ്മൾ ഇപ്പോൾ നമുക്കത് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഈ കാലാവസ്ഥ അനുകൂലമായാൽ, ഈ അടിയൊഴുക്ക് കുറഞ്ഞാൽ ഈ ദൗത്യം പുനരാരംഭിക്കും എന്നതാണ് ഇവർ പറയുന്നത്. അതിൽ നമുക്ക് എത്രത്തോളം അത് എങ്ങനെ പുനരാരംഭിക്കുന്നു ഉൾപ്പെടെയുള്ള കാര്യത്തിൽ നിലവിൽ അവർക്ക് എന്തായാലും വ്യക്തതയില്ല. കൂടുതൽ ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യന്ത്രങ്ങൾ ഉൾപ്പെടെ ഈ തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെ എത്തിക്കാനുണ്ട്. അതെത്തിച്ചാൽ നമുക്ക് കാലാവസ്ഥ അനുകൂലമായി മാറിയാൽ അവർ ദൗത്യം പുനരാരംഭിക്കും എന്നതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ NDRF, SDRF ഉൾപ്പെടെയുള്ള മുഴുവൻ, നേവി ഉൾപ്പെടെയുള്ള മുഴുവൻ ദൗത്യ സംഘ സേനകളെയും ഇപ്പോൾ അവർ അതായത് പിൻവലിച്ചിട്ടുണ്ട്. അതായത് നിലവിൽ താൽക്കാലികമായി എന്നവർ പറയുമ്പോൾ പോലും ഈ നിലവിലെ രക്ഷാപ്രവർത്തനം അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. അതിനിപ്പോൾ ഇപ്പോൾ അവലോകന യോഗം, അതായത് മന്ത്രി ഉൾപ്പെടെ ജില്ലയുടെ ചുമതലയുള്ള മംഗളവൈദ്യ ഉൾപ്പെടെയുള്ള അവർ പങ്കെടുത്ത യോഗം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. കേരളത്തിന്റെ വലിയ പ്രതിഷേധം ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് കത്തയച്ചിട്ടുണ്ട്. നിലവിൽ ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന MLAമാർ ഇതുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അവരോട് കൂടിയാലോചിക്കാതെയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് MB ജിൻ MLA ഉൾപ്പെടെയുള്ളവർ അവർ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അവർ ഈ യോഗത്തിലും പങ്കെടുത്തു. ആ യോഗത്തിലും ഇതേ വിമർശനം ആവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ തീരുമാനത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും എന്ന് നമ്മൾ കരുതുന്നില്ല. കാരണം നിലവിലെ ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ സംവിധാനങ്ങളും അവർ പിൻവലിച്ചിട്ടുണ്ട്. അത് മുഴുവൻ ഇതിനകം തന്നെ ഗംഗാവലി പുഴയുടെ ഓരത്ത് നിന്നും അവർ പോയിട്ടുണ്ട്. നിലവിൽ അവിടെ സ്ഥാപിച്ച് താൽക്കാലിക ടെന്റ് പോലും നീക്കം ചെയ്ത് അവിടെ ഈ റോഡ് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യം ഇനി ഏത് തരത്തിൽ പുനരാരംഭിക്കുമെന്ന തരത്തിൽ ജില്ലാ ഭരണകൂടം എന്തെങ്കിലും ഒരു വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. അവർ ആകെ നൽകുന്ന മറുപടി ഈ കാലാവസ്ഥ അനുകൂലമാകേണ്ടതുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിലും കനത്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഈ ഷിരൂരിലും ഉത്തര കന്നഡ ജില്ലയിലുമുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ രക്ഷാദൗത്യവുമായി മുന്നോട്ട് പോവുക പ്രായോഗികമല്ല എന്നതാണ് അവർ പറയുന്നത്. ഈ മണ്ണ് നീക്കം ചെയ്ത് മാത്രമേ, അത് നേരത്തെ ഈശ്വർ മൽപ്പയുടെ തെരച്ചിൽ പൂർത്തിയായതിനു ശേഷം അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞത് ഈ പുഴയുടെ അടിത്തട്ടിൽ വലിയ കല്ലുകളും വലിയ മൺകൂമ്പാരങ്ങളും മരങ്ങൾ ഉൾപ്പെടെയാണ് തടസ്സമായി ഉണ്ടായത്. അതുകൊണ്ട് ഇവയൊക്കെ നീക്കം ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഒരു തെരച്ചിൽ അവിടെ നടത്താൻ കഴിയൂ എന്നതാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ എത്തിക്കും എന്നതാണ് നിലവിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അത് എത്രത്തോളം നടപ്പിലാകും എന്നതാണ് കാത്തിരുന്നറിയേണ്ടത്. നിലവിൽ നമുക്ക് ഈ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ദൗത്യം ഇനി പുനരാരംഭിക്കുക എന്നുള്ളത് എത്രത്തോളം നടക്കുമെന്ന വലിയ ചോദ്യമായി അത് തുടരുകയാണ്. നിലവിൽ എന്തായാലും ഈ ഒരു നിമിഷം അരുൺ, ഇപ്പോൾ കാർവാർ MLA സംസാരിക്കുന്നുണ്ട് തത്സമയ സംപ്രേഷണത്തിലേക്ക്. Our 3 MLAs along with me, we have discussed
and we have told them what is the next course of action, how we have to go. That was the first agenda. And on that, your honorable MLAs, they have talked to CM, and CM also talked to our CM, and they have told each other that this rescue has to be continued. Okay. Rescue course should not be stopped and it should be continued. Thereafter, discuss here regarding this matter. One is, you are also aware of that total water of the river is mixed with the mud and it is red color, which is very difficult to go inside. And today also our Ishwar Malpe, 2 times he was struck. I told you that river mud bed is there first now. Mud bed means clay bed. On top of that, stones. On top of that, this banyan tree. Banyan tree is having lot of branches. And our intention was that branch we have to remove so that if anybody is stuck in that has to come out. And our other problem was there, that one wire, high tension, that was also second problem that today we have cleared. And today in the fourth point, our Ishwar team along with our NDRF, they have tried. District administration, police, SP was really, he was that particular spot only, you have seen. Now, what is the next course of action? One thing is we have to wait the water till it comes clean. Second thing, Tiruchi is, I thought it is a Tamil Nadu. Then we have confirmed here among ourselves, it is from Kerala only. Thrissur, okay. And we spoke to, from the morning I am talking to them, and they have told that concurrence has to be required from the district administration, and the same concurrence we are following up from the morning and evening also. We have told our all three MLA Saabs that Baba, you have to also talk to them because it is from Kerala only and it is with the agriculture department, which is having only 7.7 meter draft. Means it is not even 2 feet. Got my point now? What it will act in the water, that also I will tell you. When it is a self-grab, Poclane is there. Okay. It will go to the water and it will, I want that it has to be scratch the mud and stone and it has to open the hillock, what is created. Then the mud will come outside with the river pressure also. Once it is clean, there may be a possibility the truck, if it is inside, it is carrying 40, it is total weight is 40 ton truck's weight. And tire weight means the actual truck's weight is 15 ton, 15.5 something. So 25 ton wood has been loaded. That means the same force, it can come out with the 25 ton force, what is there now, it's the same direction it will come out also, because that much of lock pressure is there, that if the cavity has been opened, then it will come. This is what we are looking for. And MLA Saab, they are talking to the people also from IAS, your cadre, our DC Saab, they are in local. I also talked to him. Whatever the best exploration, explore our facts, we will explore it. But whatever the expenditure, whatever it is, we will not bother on that. This is our today's discussion. Till that, what we have to do? Till that, nothing can be happen. I have to bring the people there, and I have to make the surrounding one trip. For that, NDRF and SDRF people will look after the
river beds and all these things. Suppose something floats. This is what we are taking the decision. If you want to take any, if you want to make any questions, please, we are open. And it is crystal clear. Clearly, we are giving you a statement, nothing hiding anything, because all of us we sat together. That is again, see, we cannot bring it from the river or sea. It has to travel by sea. Sea is rough. And sea mouth is again, sea mouth and river mouth means it is a junction, wherein very difficult. For that, this machine was 7 meter depth and 7 meter length, 2.5 meter with 5 meter width is there. It is perfectly, as per my knowledge, it will suit in the trailer. Now what we have told, the person who is the operator, he is not there because of monsoon. Now we have requested MLA Sahab to bring that particular person, technical person. Let him visit. Either wherever he comes, Mangalore also will send the vehicle, or Bangalore also he comes, we will send the vehicle. Goa also will send the vehicles. Whatever required is there, we will do that. Let him come and let him check whether he can work on that. And our director of ports also we have called. And they will discuss themselves and will finalize. If anything else, you can cross-check with your people also. You are telling NDRF and SDR will remain in the sport? No, they will make the watch. SDRF will make the watch because some floating and all these things. If the river is cleared, within 3 hours, our Ishwar Malpe has told, just give me a call, I will be here. And for that, he has told, I don't want anything if the river is clean. With his torch only he can do that work. I think he has explained you also, because all people you are there and he has very much cleared. I don't want anything. And you have seen our local people also. Local people, without having any jacket, without having anything, they can, because it is this river is very familiar to them. You got my point now. See, NDRF, they have told, with the 2.5 nautical miles only we can go inside. But yesterday, he went on 8 nautical miles. Unimaginary work he has done. And really, boss, we pray the God, we should get something, a result, what we are praying, all of us. Here there is no party, nothing. We are all one. We are all Indians. We have to work as Indians. Bas. Sir, just for the clarification, when will the machine reach here? Now, before machine, that particular operator is not there. We will first, this fellow will come. Who? We are talking that engineer, whether he can work in this. If he say yes, then if we will send the vehicle. From there, if the vehicle comes, then we will pay the whatever the terms, condition. We will accept and we will sign. No problem. So we can restart the operation by next week. No, why you want next week? I think from Kerala it is reaching 500 kilometers. If he has 2 drivers, we can bring within 2 days also. Even you told that a Trichy vehicle will come to this place. No, I am not exactly name. It is Kerala only, because I don't know exactly the place. One more thing, sir, since I come down here they were ready to operate of this Malpeji has done. Who? Work. A number of persons already worked here. Your people? Yeah, during Your people? yeah, they were here. Today also I am telling you. Allow them to enter into water at that time. Today also I am telling you, your people, 45. No, let him come. Please come. No. What he has told, I am telling you the reply. See, the moment when come, no, I told them, he is the right person who was there that time. Aadhaar card number, phone number, you send it to the DC and name. Send to the DC of
your particular district and just say that we are sending these people for our rescue operations with our own risk. Just send the letter, I told. Thereafter, they have disappeared. I mean, disappeared means they not went because I don't know what has happened. You got my point. Today also, yesterday also, you will not believe. Yesterday also, our Ishwar, we have taken the undertaking letter from him. It is a protocol. We have to maintain. Government protocol we have to maintain. You got my point. No, likewise, we have advised them to give the letter from the DC Kerala, whichever the district, to our DC Karwar. Nothing more than that. Please, I am telling you, brother, I am with you people. I am with my people. For me, it is common. Don't take any doubts or any hindrance on this particular, what you call as, this particular operations. Okay? Is there any such operation tomorrow? If the water is clear only, it is possible, brother. If you want to send somebody within this, in this water also, if you want to do, we will allow him. We will not say no to them. And whatever our requirement is there, including me, I will be present for 24/7. Okay? Sir, if you want to talk, you talk. കാർവാർ MLA സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ദൗത്യം തുടരുമെന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഉന്നതതല യോഗത്തിന് ശേഷം നിലവിൽ അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളിയടക്കം നീക്കം ചെയ്യേണ്ടതുണ്ട്. എം വിജിൻ MLA സംസാരിക്കുന്നു. മന്ത്രിയോടും ഇവിടുത്തെ MLAയോടും നമ്മൾ നേരത്തെ തന്നെ പങ്കുവച്ച ആശങ്ക ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞത് ഇത് കണ്ടിന്യൂ ചെയ്യുക എന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു ആവശ്യം തന്നെയാണ് നമ്മൾ ഈ യോഗത്തിൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ അതെ, ശക്തമായി നമ്മൾ ആവശ്യം മുന്നോട്ട് വെച്ചു. കാരണം ഇത് ഓപ്പറേഷൻ നിർത്തരുത്, കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളത്. കാരണം ഇന്ന് 3 മണിയോടുകൂടി തന്നെ നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ പുഴയിൽ തന്നെ നമുക്ക് അന്വേഷണം ഊർജിതമാക്കണം. അതിന് ഏത് തരത്തിലുള്ള സഹായവും നമ്മൾ തരാം. കാരണം ഇതൊരു 2 സ്റ്റേറ്റ് തമ്മിലുള്ള ഒരു തർക്കത്തിലേക്കോ ആ രീതിയിലുള്ള ഒരു വിഷയത്തിലേക്കോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായ ഒരു പ്രശ്നത്തിലേക്കൊന്നും നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ടില്ല. അത്തരൊരു വിഷയം വന്നപ്പോൾ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിയെ ഈ കാര്യങ്ങൾ അറിയിക്കുകയുണ്ടായി. കാരണം ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മുഖ്യമന്ത്രി കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ യോഗത്തിലും ആവശ്യപ്പെട്ട ഒരു കാര്യം നിർത്തരുത് എന്നാണ്. കാരണം സ്വാഭാവികമായിട്ട് അവരെടുത്തൊരു ഡിസിഷൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിർത്തരുത് എന്ന നമ്മുടെ ആവശ്യം ഏകപക്ഷീയ എന്നതിൽ നമ്മൾ ആ മീറ്റിങ്ങിനകത്ത് നമ്മളുടെ എന്താണ് ആവശ്യം, നമ്മുടെ കൺസേൺ എന്താണ്, സ്റ്റോപ്പ് ചെയ്യരുത്, നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കാര്യങ്ങളെ കൊണ്ടുപോകണം എന്നുള്ളത് ശക്തമായി തന്നെ പറഞ്ഞു. പക്ഷെ അവർ നേരത്തെ പറഞ്ഞ പോലെ ചില റീസൺസ് ആണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെയുള്ള പുഴ തെളിയുന്ന പ്രശ്നങ്ങൾ, ഒഴുക്കിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മളിപ്പോഴും അവരോട് റിക്വസ്റ്റ് ചെയ്ത് അവസാനം യോഗത്തിനിടയിലും നമ്മൾ അവസാനം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും റിക്വസ്റ്റ് ചെയ്തത് ഏത് സംവിധാനങ്ങൾ, കാരണം നമ്മൾ ഇവിടെ ഒരു കോൺട്രവേഴ്സിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നെങ്കിൽ പോലും പാൻറ്റൂൺ ഉൾപ്പെടെ ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്യപ്പെട്ടു. അതൊന്നും അത് ഞാൻ മീറ്റിങ്ങിനിടയിൽ മന്ത്രിയോട് തന്നെ പറയുകയുണ്ടായി. അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമായി നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആവശ്യത്തിൽ തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്ത് പോകണം, അത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. പക്ഷെ ഇവരെ ഇപ്പോൾ നമ്മളെ അറിയിച്ചത് ആ രീതിയിലുള്ള ഒരു ആലോചനയാണ് എന്നുള്ളതാണ് അവർ അറിയിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോഴും ആ ആവശ്യം തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് അവരോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു സ്റ്റേറ്റിൻ്റെ തീരുമാനത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ശക്തമായി കടന്നു കയറുക എന്നുള്ളതല്ല, അവരോട് ആവശ്യം ഉന്നയിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ നിർവഹിക്കാൻ വേണ്ടി പറ്റുന്നത്. ആ ഒരു ആവശ്യത്തിൽ തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. ഇത് കണ്ടിന്യൂ ചെയ്യണം. അല്ല, നമ്മൾ നേരത്തെ തന്നെ ഇത്തരം ടെക്നോളജിക്കലി പ്രശ്നങ്ങൾ, കാരണം ഒരു അപകടം ഉണ്ടായാൽ നമ്മൾ സാഹചര്യം നോക്കിയിട്ടല്ലല്ലോ, നമ്മൾ ആ ഒരു ഘട്ടത്തിൽ അതിന് ഏത് തരത്തിൽ ഏത് ടെക്നോളജി ഉപയോഗിച്ച് ഏത് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി അതിനെ മറികടക്കാൻ പറ്റുമെന്നുള്ളതാണല്ലോ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. കാരണം വെയിറ്റിംഗ് അല്ലല്ലോ, അവിടെ തെളിയട്ടെ മഴ പോകട്ടെ എന്നല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലാണല്ലോ നമ്മളെപ്പോഴും നിൽക്കുക. അതുകൊണ്ട് എത്രയും വേഗം എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇത് നിന്നുപോയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇപ്പോഴും പറഞ്ഞ ടെക്നീഷ്യൻസ് വന്നതിന് ശേഷം സംവിധാനത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ പറഞ്ഞു നമ്മൾ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക എന്നൊരു ആവശ്യത്തിൽ തന്നെ നമ്മൾ നിൽക്കുകയാണ്. കാരണം ജിതിനുൾപ്പെടെ ആവശ്യപ്പെട്ട കുടുംബം ആവശ്യപ്പെടുന്നത് ആ നിലയിൽ തന്നെയാണ്. ഞങ്ങളുടെ ആവശ്യം സ്വാഭാവികമായിട്ട് ഈ യോഗത്തിൽ ശക്തമായി മുന്നോട്ട് വെച്ചു. സ്വാഭാവികമായിട്ട് തീരുമാനം എടുക്കേണ്ടത് കർണാടക സ്റ്റേറ്റ് ആണ്. അപ്പോൾ അവരുടെ ഡിസിഷനിലേക്കാണ് അവർ പോകുന്നത്. പക്ഷേ നമ്മുടെ ആവശ്യത്തിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്.
നമ്മൾ ആ ആവശ്യം തന്നെ മുന്നോട്ട് വെക്കുകയാണ്. നിർത്തരുത്, കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളത്. അല്ല, ഇതിൽ നമ്മൾ പറഞ്ഞ കാര്യം ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA ഇവിടെ സംസാരിച്ചു. അവരുടെ ഒന്നും സേവനത്തെ നമ്മൾ കുറച്ച് കാണുന്നില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ പറഞ്ഞ് ഏതെങ്കിലും തരത്തിലൊരു ചർച്ചയെ അവസാനിപ്പിച്ച് പോകുന്നതല്ല ആഗ്രഹിക്കുക. അദ്ദേഹം ചെയ്ത വർക്കിനെയുമൊക്കെ നമ്മൾ അംഗീകരിക്കുകയാണ്, അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ നമുക്കുണ്ടായ ചില ആശങ്ക, ഇപ്പോൾ ഇവിടെ 2 ദിവസം മന്ത്രിമാരുൾപ്പെടെ വന്നു. 3 ദിവസമായിട്ട് 2 മന്ത്രിമാർ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തു. ആ ക്യാമ്പ് ചെയ്തതിന്റെ ഭാഗമായി എടുത്ത ചില തീരുമാനങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഞാൻ പറഞ്ഞ ഡ്രഡ്ജിംഗ് ഉണ്ട്, പാൻറ്റൂൺ ഉണ്ട്, അത്തരം ടഗ് ബോട്ട് ഉണ്ട്. അത്തരം സംവിധാനങ്ങളൊക്കെ ചെയ്യാം എന്ന് ഉറപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ആ സാഹചര്യങ്ങളൊന്നും, ആ സാധ്യതയൊന്നും ഇവിടെ എത്തപ്പെട്ടില്ല എന്നുള്ളത് തീർച്ചയായും നമ്മളെല്ലാം നേരിട്ട് കാണുകയാണ്. ആ ഒരു ആശങ്ക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട കേരള ഫോറസ്റ്റ് മിനിസ്റ്ററുടെ കൂടി സാന്നിധ്യത്തിൽ നമ്മളിവിടുത്തെ അധികാരികളോട് വളരെ സജീവമായി ആവശ്യപ്പെട്ടതാണ്, ജില്ലാ കളക്ടറോട് ഉൾപ്പെടെ. ഒരു ഘട്ടത്തിലും നിങ്ങൾ ഒരു ചർച്ച പൊതുവിൽ രൂപപ്പെട്ട് വന്നപ്പോൾ തന്നെ നമ്മളത് ശ്രദ്ധയിൽപ്പെടുത്തി. അത് ഒരു കാരണവശാലും നിർത്തി പോകരുത് എന്നുള്ളത് നമ്മളിന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ എടുത്ത തീരുമാനം എന്താ, രാവിലെ എടുത്ത തീരുമാനം എന്താ, ഇത് അവസാനിപ്പിക്കുന്നില്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് 3 മണിയോടുകൂടി ഇത് അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നിടത്താണ് ആ ഒരു ആശങ്ക പറഞ്ഞത്. ഇതൊരിക്കലും ഞാനിവിടെ ആവർത്തിക്കുന്നു, ഒരിക്കലും 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു വിഷയത്തിലല്ല. ഇവിടെ MLA ഉൾപ്പെടെ നടത്തിയ പ്രവർത്തനത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഞങ്ങൾ വീണ്ടും അഭ്യർത്ഥിക്കുന്നതും ഞങ്ങൾ ആവശ്യപ്പെടുന്നതും ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടതും ഇത് നിർത്താതെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഈ പ്രവർത്തനത്തെ വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. കാലാവസ്ഥാ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പ്രതിരോധിക്കാൻ ടെക്നോളജി ഉണ്ട് ഏതറ്റം വരെയും. ഞാനിവിടെ പറയുന്നത് കേന്ദ്രമന്ത്രിക്കുൾപ്പെടെ നമ്മുടെ മുഖ്യമന്ത്രി കത്തയച്ചിട്ടുണ്ട്. കാരണം നേവിയുടെ തന്നെ ഏറ്റവും വലിയ സേവനം ഏത് തരത്തിൽ ലഭിക്കും, ആ സേവനങ്ങളൊക്കെ എത്തിക്കാനുള്ള നടപടി വേണമെന്നാണ്. പക്ഷേ ആ നിലയിലേക്കൊന്നും എത്താതെ കൊണ്ടുള്ള ഒരു പ്രയാസമുണ്ട്. നേരത്തെ എത്തുമെന്ന് പറഞ്ഞതുപോലും എത്താത്ത നിലയുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ആശങ്കയുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ താൽക്കാലികമായി നിർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആശങ്ക അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ സ്നേഹപൂർവ്വം ഇവിടുത്തെ അധികാരികളോട് ഈ യോഗത്തിലും ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഉൾപ്പെടെ അഭ്യർത്ഥിച്ചത് കണ്ടിന്യൂ ചെയ്യണം, ആ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. അല്ല, അതിലൊരു സംശയമാണ്. ഞങ്ങൾ ആ യോഗത്തിൽ തന്നെ അറിയിച്ചു. നമ്മൾ അപ്പോൾ തന്നെ തൃശ്ശൂർ ജില്ലാ കളക്ടറെ നമ്മൾ വിളിച്ചു. നമ്മൾ ഏത് സംവിധാനത്തിനും തയ്യാറാണ്. ഇവരോട് പറഞ്ഞു 24 hours മതിയല്ലോ സ്വാഭാവികമായിട്ടും തൃശ്ശൂരിൽ നിന്ന് ഇവിടെ എത്തിക്കാൻ. ആ യോഗത്തിൽ നമ്മളത് അറിയിച്ചു. പക്ഷെ അന്നേരം അവർ പറഞ്ഞൊരു മറുപടി എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ടെക്നീഷ്യൻ വരണം, ആ ടെക്നീഷ്യൻ വന്ന് പരിശോധിച്ചിട്ട് മാത്രമേ നമുക്കതിലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റൂ എന്ന രീതിയിലേക്കാണ്. അതിന്റെ ഫീസിബിലിറ്റി, ടെക്നീഷ്യൻ വന്ന് ഇവിടുത്തെ ഫീസിബിലിറ്റി നോക്കിയതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണ് ഇവർ നമ്മളോട് മറുപടി തന്നത്. നമ്മൾ ആവശ്യപ്പെട്ടത് അമിഷൻ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. നമ്മൾ ശക്തമായി ആവശ്യപ്പെട്ടു. വിജയൻ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ 3 MLA സ്ഥലത്തുള്ള സമയത്താണ് 3 മണിക്ക് അപ്രതീക്ഷിതമായി ഇവിടുത്തെ MLAയും കലക്ടറും നിർത്തിയെന്നറിയുന്നത്. പക്ഷെ മീറ്റിംഗിൽ അവരൊരിക്കലും ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ സമ്മതിച്ചിട്ടില്ല. അവരാര് നിർത്താൻ പറഞ്ഞെന്നാണ് ഞങ്ങളോട് ചോദിച്ചത്. ഞങ്ങളേതായാലും പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും കർണാടക മുഖ്യമന്ത്രിയുമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൗത്യം തുടരും എന്ന് തന്നെ ഇപ്പോൾ ഉന്നതതല യോഗത്തിന് ശേഷം MLA വിശദീകരിക്കുകയാണ്. അല്ല, അതില് നമ്മളല്ലല്ലോ അതിൻ്റെ ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. അവിടെയാണല്ലോ ഇതിന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞു, നേരത്തെ തന്നെ മിനിസ്റ്റേഴ്സ് പോലും ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തെടുത്ത തീരുമാനം പോലും നടപ്പിലാക്കപ്പെടുന്നില്ല എന്നൊരു ആശങ്ക ഞാൻ പറയുമ്പോഴും ആവർത്തിക്കുന്നു. ഒരു ആ ഒരു ആശങ്കയിലേക്കാണ് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പ്രതികരിച്ചതാണത്. ആ ഒരു ആശങ്കയിലേക്കാണോ എന്നുള്ളതാണ്. അത് നമ്മളിപ്പോഴും അത് ഇവരുടെ ശ്രദ്ധയിൽ പെടുത്തി നിർത്തരുത്, പുഴയിൽ തന്നെ സെർച്ച് നടത്തണം. പക്ഷെ താൽക്കാലികമായി നിർത്തുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ആശങ്കയുണ്ട്. പുഴ തെളിയൽ ഇവിടെ ഒരു പ്രശ്നം നിൽക്കുന്നത്, ഇവിടുത്തെ ഒരു നാട്ടുകാരൻ തന്നെ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് പുഴ തെളിയ സെപ്റ്റംബറിലാണ് എന്നാണ്. ഇത് മാസം ജൂലൈ ആണ്, സെപ്റ്റംബറിലാണ് പുഴ തെളിയുക എന്ന് പറഞ്ഞത്. അപ്പോൾ 4 ദിവസം കൊണ്ട് എന്ന് പറയുന്നതല്ലല്ലോ. നമ്മൾ എത്രയും ടെക്നോളജി, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ലോകത്തേക്ക് കടന്നിരിക്കുന്ന കാലത്ത് ഒരു മാക്സിമം ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനെ എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നതിലേക്കാണ് നമ്മൾ ചർച്ച കൊണ്ടുപോകേണ്ടത്. അതിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖേദകരമായിട്ട് വരുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ആശങ്ക അറിയിച്ചത്. കണ്ടിന്യൂ ചെയ്യണമെന്ന് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നു. പക്ഷെ ഡിസിഷൻ അവരുടെ ഭാഗത്തു നിന്നാണ്. ആ നിലയിലാണ് അവരുടെ തീരുമാനം വരുന്നത്.
ഇപ്പോൾ MLA സംസാരിക്കുകയായിരുന്നു. ഉന്നതതല യോഗത്തിന് ശേഷം ദൗത്യം തുടരും എന്ന വിശദീകരിക്കുന്നുണ്ട്. അതിനാവശ്യമായ ഡ്രഡ്ജിങ്ങിനാവശ്യമായ ഉപകരണം അത് തൃശ്ശൂരിൽ നിന്ന് അവിടെ എത്തിക്കേണ്ടതുണ്ട്. അത് എത്തിച്ചാൽ അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടെങ്കിൽ അതിനുശേഷം ദൗത്യം എന്നാണ് ഇപ്പോൾ ഉന്നതതല യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം. കേരളത്തിന്റെ ആവശ്യം ശക്തമായി തന്നെ യോഗത്തിൽ ഉയർത്തിയെന്ന യോഗത്തിൽ പങ്കെടുത്ത MLA-മാർ M. വിജിൻ MLA, M. രാജഗോപാലൻ MLA, AK അഷ്റഫ് MLA എന്നിവർ വിശദീകരിക്കുന്നുണ്ട്. നേരത്തെ കാർവാർ MLA-യും സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ദൗത്യം അവസാനിപ്പിക്കുകയല്ല, താൽക്കാലികമായി മാത്രമാണ് ഇപ്പോഴത്തെ വിടുതൽ. അതിനുശേഷം ഈ ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിക്കാൻ കഴിഞ്ഞാൽ ദൗത്യം പുനരാരംഭിക്കും എന്ന് തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നദിയുടെ അവസ്ഥയാണ് ഈ തെരച്ചിലിന് വലിയ വിഘാതമായിട്ടുള്ളത്. വലിയ തോതിൽ ചെളി അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നദിയുടെ അടിത്തട്ടിൽ എന്താണുള്ളത് എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല, കാണാൻ കഴിയുന്നില്ല. നേരത്തെ നദിയുടെ അടിത്തട്ടിലേക്ക് മുങ്ങിത്തപ്പി ഈശ്വർ മാൽപ്പയും അക്കാര്യം അറിയിച്ചിരുന്നു. അങ്ങനെ ചെളി മാറുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ താൻ തിരികെ വരും ഈ ദൗത്യത്തിനായി എന്ന് ഈശ്വർ മാൽപ്പയും അറിയിച്ചിട്ടുണ്ട് എന്നാണ് കാർവാർ MLA അറിയിക്കുന്നത്. ഏതായാലും കേരളം ഇക്കാര്യത്തിൽ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. ദൗത്യം തുടരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഉന്നതതല യോഗം ചേർന്നത്. അതിൻ്റെ തീരുമാനങ്ങൾ MLA-മാർ വിശദീകരിക്കുകയായിരുന്നു. ഏതായാലും നദിയിലെ ദൗത്യം താൽക്കാലികമായി ഇപ്പോൾ അവസാനിക്കുകയാണ്. പക്ഷേ അത് തുടരും എന്ന് ഈ ഉന്നതതല യോഗം വിശദീകരിക്കുമ്പോൾ അത് നീ എന്നാണ്, ഏത് തരത്തിലാണ് എന്നത് കൂടി അറിയേണ്ടതുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ഡ്രഡ്ജിംഗ് മെഷീൻ അവിടെ എത്തിച്ചു കഴിഞ്ഞ് അതുപയോഗിച്ച് ഈ പുഴയിൽ മണ്ണ് മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. അതിനൊരു ടെക്നീഷ്യൻ ആദ്യം അവിടെ എത്തി പരിശോധന നടത്തണം. അതിനുശേഷം മാത്രമേ ആ യന്ത്രം എത്തിച്ചാൽ എന്തെങ്കിലും ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന ഒരു ദൗത്യം അവിടെ നടത്താൻ കഴിയുമോ എന്നത് മനസ്സിലാവുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ തെരച്ചിൽ ആരംഭിക്കുക. അതിനൊരു ചെറിയ ഇടവേള വേണ്ടിവരും, 1-2. അരുൺ പാറയ്ക്കലുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. അരുൺ, ഈ ദൗത്യം തുടരുമെന്ന് കാർവാർ MLA വിശദീകരിക്കുന്നു. അതിനുശേഷം കേരളത്തിൽ നിന്നുള്ള 3 MLA-മാർ കൂടി അത് ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇനി എപ്പോൾ, എന്ത്, എങ്ങനെ കൃത്യമായ ഉത്തരമുണ്ടോ ഈ ഉന്നതതല യോഗത്തിന് ശേഷവും? അരുൺ, ഉന്മേഷ, ഈ ദൗത്യം തുടരുമെന്നാണ് ഇപ്പോൾ കാർവാർ MLA വിശദീകരിച്ചത്. പക്ഷേ യന്ത്രങ്ങൾ എത്തിയിട്ടില്ല എന്ന് പ്രധാനമായും പ്രതിസന്ധിയായി തുടരുന്നു. ഈ തൃശൂർ കേന്ദ്രീകരിച്ച് തൃശൂരിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് യന്ത്രം ഇവിടേക്ക് എത്തിക്കും. അതിന്റെ ടെക്നീഷ്യൻ എത്തുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസമാണ് ഇപ്പോൾ ഈ ദൗത്യം താൽക്കാലികമായി തടസ്സപ്പെടാനുള്ള ഒരു കാരണമെന്നും MLA വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ഈ പരിശോധന, അതായത് പുഴയിലെ പരിശോധന നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ മെഷീനുകൾ എത്തിക്കാനുള്ളൊരു കാലതാമസമുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ നദിയിൽ പരിശോധിച്ച സമയത്ത്, ഗംഗാവലി നദിയുടെ അടിത്തട്ടിൽ പരിശോധിച്ച സമയത്ത് പുഴയിലെ പരിശോധന നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ മെഷീനുകൾ എത്തിക്കാനുള്ളൊരു കാലതാമസമുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ നദിയിൽ പരിശോധിച്ച സമയത്ത്, ഗംഗാവലി നദിയുടെ അടിത്തട്ടിൽ പരിശോധിച്ച സമയത്ത് ചെളിയും പാറക്കല്ലുകളും മണ്ണുമല്ലാതെ മറ്റൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഇത് മാറ്റിയാൽ മാത്രമാണ് ഈ ലോറി കണ്ടെത്താൻ സാധിക്കൂ എന്ന് MLA വ്യക്തമാക്കുന്നുണ്ട്. അല്ലാതെ ഈ ഒരു ദൗത്യത്തിൽ നിന്ന്, അതായത് അർജുനെ കണ്ടെത്താനുള്ള, ലോറിയെ കണ്ടെത്താനുള്ള ദൗത്യത്തിൽ നിന്ന് കർണാടക സർക്കാർ ഒരിക്കലും പുറകോട്ട് പോവില്ല. ഇന്ന് കൃത്യമായ അവലോകന യോഗം ചേർന്നു. കർണാടകയിലെ ഫിഷറീസ് മന്ത്രി മംഗൾ പാണ്ഡ്യ, ജില്ലയുടെ ചുമതലയുള്ള, ഉത്തര കന്നഡ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ്. അദ്ദേഹവും ജില്ലാ കളക്ടറും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള MLA-മാരും കാർവാർ MLA-യും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ആ യോഗത്തിലുണ്ടായ തീരുമാനം, 2 സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ തമ്മിൽ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ദൗത്യം തുടരും. പക്ഷേ ഈ യന്ത്രങ്ങൾ എത്തിക്കുന്നതിൽ ചില കാലതാമസങ്ങളുണ്ട്. ആ കാലതാമസം അത് 2 ദിവസത്തിനകം തന്നെ എത്തിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആ യന്ത്രം എത്തിയാൽ, അതിന്റെ ടെക്നീഷ്യൻ എത്തിയാൽ ഉടൻ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാവും. അതായത് ഈ രക്ഷാദൗത്യം പുനരാരംഭിക്കും, നദി കേന്ദ്രീകരിച്ചുള്ള രക്ഷാദൗത്യം പുനരാരംഭിക്കുമെന്നാണ് കാർവാർ MLA സൂചിപ്പിച്ചത്. അതിനുശേഷം സംസ്ഥാനത്തു നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള MLA-മാരും മാധ്യമങ്ങളെ കണ്ടിരുന്നു. മഞ്ചേശ്വരം MLA AK അഷ്റഫ്, കല്ലാശ്ശേരി MLA M. വിജിൻ എന്നിവരാണ് മാധ്യമങ്ങളെ കണ്ടത്. ഈ രക്ഷാദൗത്യം നിർത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന ആശങ്ക ഇരുവരും പങ്കുവച്ചു. ഈ കേരളത്തിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്ന് ഈ ഡ്രഡ്ജിംഗ് യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിക്കാനുള്ള സൗകര്യം എത്രയും പെട്ടെന്ന് ഒരുക്കാൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ടെക്നീഷ്യനെയും അവിടെ നിന്ന് തന്നെ കൊണ്ടുവരുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും രക്ഷാദൗത്യം നിർത്തുമെന്നൊരു ആശങ്ക അവരും പങ്കുവെക്കുന്നുണ്ട്. അത് നിർത്തരുതെന്ന്
കേരളം കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരണം, ഈ ലോറിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരണം, പുഴ കേന്ദ്രീകരിച്ച് തന്നെ തെരച്ചിൽ തുടരണമെന്നുള്ള ആവശ്യം സംസ്ഥാനം മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഈ ദൗത്യം നിർത്താനുള്ള ഒരു തയ്യാറെടുപ്പ് കർണാടക സർക്കാർ നടത്തുന്നുണ്ടോ എന്ന ആശങ്കയാണ് ഇരുവരും നേരത്തെ തന്നെ പങ്കുവച്ചത്. അരുൺ പാറക്കലാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്, യോഗ തീരുമാനങ്ങൾ അറിയിച്ചത്. നമ്മൾ ശിരൂർ ദൗത്യവുമായി ബന്ധപ്പെട്ട വാർത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയാണ്. നാടൊന്നാകെ നടുങ്ങിയ ഒരു ദുരന്ത വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി. ഡൽഹിയിൽ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്റർ അപകടത്തിൽ 3 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. 9 ആവശ്യങ്ങൾ ഉന്നയിച്ച് റോഡ് ഉപരോധിച്ച വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകുന്നുവെന്ന് മരിച്ചവരുടെ ബന്ധുക്കൾ ആരോപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും അനുശോചനം അറിയിച്ചു. UPSC അടക്കം രാജ്യത്തെ പ്രധാനപ്പെട്ട മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകുന്ന വലുതും ചെറുതുമായ 100 കണക്കിന് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഡൽഹിയിലെ രാജേന്ദ്രനഗറും പരിസര പ്രദേശങ്ങളും. ഇവിടെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി IASകാർക്ക് പരിശീലനം നൽകിയ ചരിത്രമുള്ള റാവൂസ് IASും പ്രവർത്തിക്കുന്നത്. ഈ പ്രമുഖ സ്ഥാപനമാണ് കഴിഞ്ഞ രാത്രിയിൽ 3 വിദ്യാർത്ഥികൾ ദാരുണമായി മുങ്ങിമരിക്കാൻ ഇടയാക്കിയത്. ഇന്നലെ വൈകിട്ട് 7:30 പെയ്ത ശക്തമായ മഴയിൽ ഓടയിലെ വെള്ളം ഗേറ്റ് തകർത്ത ബേസ്മെന്റിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറിയിലേക്ക് ഇരച്ചു കയറി. ആ സമയത്ത് ഒരു 10-40 ലേബറിൽ ഉണ്ടായിരുന്നതാണ് നമ്മൾ അറിഞ്ഞത്. അതിൽ കുറേ പേരൊക്കെ ഓടി രക്ഷപ്പെട്ടു, കുറേ പേര് NDRF രക്ഷപ്പെടുത്തി. പക്ഷേ എങ്കിലും കുറേയേറെ കുട്ടികൾ അതിൽ ട്രാപ്പായി പോവുകയായിരുന്നു. ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് മാത്രം തുറക്കാവുന്ന വാതിൽ വിദ്യാർത്ഥികൾക്ക് മരണക്കുരുക്കായി. പോലീസും ഫയർഫോഴ്സും നടത്തിയ തെരച്ചിലിൽ 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. തിരുവനന്തപുരം സ്വദേശിയും JNU വിദ്യാർത്ഥിയുമായ നെവിൻ ഡാൽവിൻ, UP സ്വദേശി ശ്രേയ യാദവ്, തെലങ്കാന സ്വദേശി തന്യ സോണി എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ RML ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അകാരണമായി വൈകുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. और यहाँ के जो मुझे जानकारी मिली थी कि सुबह 9 बजे पोस्टमार्टम स्टार्ट हो जाएगा और अभी तक स्टार्ट नहीं हुआ, तो आपके माध्यम से एक तो इसको प्रक्रिया को थोड़ा जल्दी करा दें. मैं रहने वाला अम्बेडकर नगर का हूँ, तो मुझे वहाँ जाना है. 800 किलोमीटर दूर है. സ്ഥാപനത്തിന് മുന്നിൽ രാത്രി ആരംഭിച്ച പ്രതിഷേധം അനുനിമിഷം ശക്തമായി. പിന്തുണയുമായി എത്തിയ സ്വാതി മാലിവാൾ, ദേവേന്ദ്ര യാദവ് തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം പ്രധാന റോഡിലേക്ക് മാർച്ച് ചെയ്ത വിദ്യാർത്ഥികൾ കരോൾ ബാഗിൽ 1 മണിക്കൂറിലേറെ റോഡ് ഉപരോധിച്ചു. DCP M ഹർഷവർദ്ധൻ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. തുടർന്ന് കാര്യങ്ങൾ സംഘർഷത്തിലേക്ക്. വിദ്യാർത്ഥികളുടെ രോഷം അണപൊട്ടിയപ്പോൾ തിരക്കേറിയ കരോൾ ബാഗിൽ പ്രധാന റോഡ് 1 മണിക്കൂറിലേറെ സ്തംഭിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തിയെങ്കിലും വഴങ്ങാൻ വിദ്യാർത്ഥികൾ തയ്യാറായില്ല. തുടർന്ന് നടപടിയിലൂടെയാണ് വിദ്യാർത്ഥികളെ പോലീസ് ഇവിടെ നിന്നും മാറ്റിയത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പോലീസ് വലിച്ചിഴച്ച് ബസ്സുകളിലേക്ക് കയറ്റുകയായിരുന്നു. എന്നാൽ പ്രതിഷേധം ഉടനടി വീണ്ടും ശക്തമാക്കുമെന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട്. സ്ഥാപനയുടമയടക്കം 2 പേരെ അറസ്റ്റ് ചെയ്തതായും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അധികൃതർക്ക് മുന്നിൽ വെക്കുമെന്നും DCP M ഹർഷവർദ്ധൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസം പട്ടേൽ നഗറിൽ വിദ്യാർത്ഥി റോഡിൽ ഷോക്കേറ്റ് മരിച്ചതും കഴിഞ്ഞ മാസം മുഖർജി നഗറിൽ കോച്ചിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തവും അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് അർഹമായ ധനസഹായം, ഒപ്പം അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി തുടങ്ങിയ 9 ആവശ്യങ്ങളാണ് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി ഇത്തരം സ്ഥാപനങ്ങളിലൂടെ ഒരു വിദ്യാർത്ഥിയുടെ കൂടി ജീവൻ പൊലിയാൻ ഇടയാക്കരുത് എന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. മോഹൻകുമാറിനും ജിജീന്ദ്രനുമൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. കൊല്ലം ഊച്ചിറ വവ്വാക്കാവിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞു. ആംബുലൻസിൽ ഉണ്ടായിരുന്ന 5 പേർക്ക് പരിക്കേറ്റു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. അരുൺ രാജ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഇതെപ്പോഴായിരുന്നു അപകടം? എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ?
ഉന്മേഷ്, ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. ഓച്ചിറ വൗവാക്കാവ് മണപ്പള്ളിയിലാണ് ആംബുലൻസ് അപകടത്തിൽപ്പെട്ടത്. വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട ആംബുലൻസ് തലകീഴായി മറിയുകയായിരുന്നു. ആംബുലൻസിനുള്ളിലുണ്ടായിരുന്ന 5 പേർക്ക് സാരമായ രീതിയിൽ പരിക്കേറ്റു. ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് ആംബുലൻസ് ഉയർത്തിയത്. ഇതിനുശേഷമാണ് ഈ പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിച്ചത്. പക്ഷേ പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന വിവരം. അരുൺ രാജാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. ഇന്ന് വൈകിട്ടോടെയാണ് കൊല്ലം ഓച്ചിറയിൽ ഈ അപകടമുണ്ടായത്. 5 പേരാണ് ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5 പേർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അരുൺ രാജ് ഇപ്പോൾ അറിയിക്കുന്നത്. കൊല്ലം ഓച്ചിറയിലാണ് ഈ സംഭവം ഉണ്ടായത്. ആംബുലൻസിലുണ്ടായ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതോടെ പൊതുജന കഴുതൽ എന്ന പരിപാടി പൂർത്തിയാവുകയാണ്.